വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭഃ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗണേശ മഹാരാജ എല്ലാവർക്കും ധർമ്മയുടെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഈ വില്ലുപാട്ടിലോട്ട് സ്വാഗതം. സ്വാഗതം സ്വാഗതം. കലിയുഗമായ ഈ കാലഘട്ടത്തിൽ നമ്മെ ധാരാളം പ്രശ്നങ്ങളും ചർച്ചകളും അലട്ടുമുട്ടുന്നു. പിന്നല്ലാതെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മളെ ദിവസവും അലട്ടുന്നത്? എന്ത് പ്രശ്നമാണ് താങ്കളെ അലട്ടുന്നത്? ജോലി പ്രശ്നങ്ങൾ, വീട്ടിൽ പ്രശ്നങ്ങൾ, അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ. ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടുന്ന ഒരു ഔഷധം. അതെന്താണ് ഈ ഔഷധം? നമ്മുടെ ഫാർമസികളിൽ കിട്ടുമോ ഈ പറഞ്ഞ ഔഷധം? അതൊന്നുമല്ല, അങ്ങനെ ഒരു ഔഷധമുണ്ട്. ഭഗവാൻ കഥകളും നാമങ്ങളുമാണ് ആ ഔഷധം. ഇന്ന് ധർമ്മയുടെ കലാകാരന്മാർ ഭക്തിപൂർവ്വം അണിയിച്ചൊരുക്കുന്ന വെല്ലുപാട്ട് കഥ നമഃപാർവതീപതേ ഹര ഹര മഹാദേവ. ശിവായ പരമേശ്വരായ ശശിശേഖരായ നമോ. ഭായ സംഭവായ ശിവതാണ്ഡവായ നമോ. ശിവായ പരമേശ്വരായ ശശിശേഖരായ നമോ. ഭായ സംഭവായ ശിവതാണ്ഡവായ നമോ. നമ്മുടെ ഹിമാലയ സാനുക്കളിലേക്കൊന്ന് നോക്കിക്കേ, എത്ര മനോഹരമാണത്. അതാ അവിടെ ആരാണ് ഇരുന്ന് തപസ് ചെയ്യുന്നത്? നമ്മുടെ മഹാദേവൻ പരമശിവൻ. അദ്ദേഹം കഠിന തപസ്സിലാണ്. വർഷങ്ങളായി അദ്ദേഹം തപസ്സിൽ ഏർപ്പെട്ടിട്ട്. കഠിന തപസ്സായോ? എന്തുകൊണ്ടാണ് പരമശിവൻ കഠിന തപസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നത്? മഹാദേവന്റെ ആദ്യ ഭാര്യയായ സതിയുടെ മരണത്തിന് ശേഷം മഹാദേവൻ വളരെ ദുഃഖിതനായി. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് തന്നെ പിന്മാറുകയും കഠിന തപസ്സിൽ ഏർപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യം മുതലെടുത്ത് ഭഗവാന്റെ അഭാവത്തിൽ അസുര രാജാവായ താരകാസുരൻ ബ്രഹ്മദേവനിൽ നിന്ന് ഒരു വരം നേടിയെടുത്തു. എന്താണെന്നറിയാമോ? പരമശിവന്റെ മകനാൽ മാത്രമേ ഞാൻ മരണപ്പെടാവൂ എന്ന വരം അദ്ദേഹം സ്വന്തമാക്കി. ശിവനാണെങ്കിൽ കഠിന തപസ്സിലാണ്. അതെ, താരകാസുരൻ അറിയാം പരമശിവൻ ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്നും അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടാകാൻ പോകുന്നില്ലെന്നും. പിന്നെ ആരാണ് താരകാസുരനെ കൊല്ലുന്നത്? ഞാനാണ് താരകാസുരൻ. എന്നെ കൊല്ലാൻ ഇനി ആർക്കും പറ്റില്ല. ഞാൻ ഈ ലോകത്തെ കീഴടക്കും. താരകാസുരന്റെ ശല്യം സഹിക്കാനാവാതെ എല്ലാ ദേവന്മാരും ബ്രഹ്മദേവന്റെ അടുത്ത്
അടുത്തെത്തി ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചു. എന്തുപറ്റി ദേവഗണങ്ങളെ? നാം എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഞങ്ങളെ താരകാസുരനിൽ നിന്ന് രക്ഷിക്കണമേ ഭഗവാനെ. അവന്റെ ശല്യം സഹിക്കാൻ പറ്റില്ല. വിഷമിക്കേണ്ട, ഞാൻ ഇതിനൊരു വഴി ഉടനെ തന്നെ കാണും. ഓഹോ. ബ്രഹ്മാവ് ദേവന്മാരെ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചു. അതിനുശേഷം ബ്രഹ്മാവ് എങ്ങനെയും താരകാസുനെ ഇല്ലാതാക്കണമെന്ന് തീരുമാനമെടുത്തു. പക്ഷേ ശിവന്റെ പുത്രനാൽ മാത്രമേ താരകാസുരനെ വധിക്കാൻ പറ്റൂ എന്നുള്ളൊരു വരമുണ്ട്. ഒരിക്കൽ കൊടുത്ത വരം തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെ കൊല്ലും? ഇതേ സമയം ഹിമാലയത്തിലെ രാജാവായ ഹിമവാനും അദ്ദേഹത്തിന്റെ ഭാര്യയായ മേനകയ്ക്കും സതിയുടെ പുനർജന്മമായ ഒരു മകൾ ജനിച്ചു. പാർവതി. പർവ്വതരാജാവിന്റെ മകളായതുകൊണ്ട് അവളെ പാർവതി എന്ന് വിളിച്ചു. പാർവതി മാതാ അമ്മേ പാർവതി മാതാ പാർവതി മാതാ അമ്മേ പാർവതി മാതാ ശക്തി സ്വരൂപിണി അമ്മേ സവിതേ പാർവതിയാകട്ടെ ശിവനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന ആഗ്രഹത്തിലുമാണ്. എന്നാൽ ശിവനെ പ്രീതിപ്പെടുത്താൻ തപസ്സിന് മാത്രമേ കഴിയൂ എന്ന് നാരദമുനി പാർവതി ദേവിയെ ഓർമ്മപ്പെടുത്തി. നാരദമുനിയുടെ ഉപദേശപ്രകാരം പാർവതി ദേവി കഠിന തപസ് ആരംഭിച്ചു. പക്ഷേ ശിവൻ ഇതൊന്നും അറിയാതെ ഹിമാലയത്തിൽ കഠിന തപസ്സിലുമാണ്. അതെ. ശിവപുത്രന്റെ ജനനം വേഗത്തിലാക്കാൻ ദേവന്മാർ ആഗ്രഹിച്ചു. ഉടനെ തന്നെ ശിവന്റെ ധ്യാനം തടസ്സപ്പെടുത്താൻ വേണ്ടി ദേവന്മാർ മന്മഥനെ അങ്ങോട്ടേക്ക് അയച്ചു. മന്മഥനെയോ? അതെ, സ്നേഹത്തിന്റെ ദേവൻ. ഓ, ദേവന്മാരുടെ ആവശ്യപ്രകാരം മന്മഥൻ ശിവൻ തപസ് അനുഷ്ഠിച്ചിരുന്നിടത്തെത്തി. എന്നിട്ട് ശിവന് നേരെ പ്രേമത്തിന്റെ ഒരു അമ്പങ്ങ് അയച്ചു. മന്മഥന്റെ അമ്പുകൊണ്ട് ശിവന്റെ തപസ് തടസ്സപ്പെട്ടു. അദ്ദേഹം കോപം കൊണ്ട് ജ്വലിച്ചു. അദ്ദേഹത്തിന്റെ കോപത്തിനാൽ മന്മഥൻ വെന്തുരുകി. ദേവന്മാർ ഉടനെ തന്നെ ശിവന്റെ അടുത്തേക്ക് എത്തുകയും താരകാസുരന്റെ ശല്യം അവസാനിപ്പിക്കാൻ വേണ്ടി ശിവനോട് അഭ്യർത്ഥന ചെയ്തു. ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് ശിവൻ പാർവതിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതിനു മുന്നേ പാർവതിയുടെ ഭക്തി ഒന്ന് പരീക്ഷിക്കണം. അതുകൊണ്ട് ഋഷിമാരെ പാർവതിയുടെ അടുത്തേക്ക് അയച്ചു. ഋഷിമാർ പാർവതിയോട് ഇങ്ങനെ പറഞ്ഞു: മകളെ, നീ ഒരിക്കലും ശിവനെ വിവാഹം കഴിക്കരുത്. അദ്ദേഹം ദുഷ്ടനാണ്, അവന് മൂക്കത്താണ് ശുണ്ടി. ഋഷിമാർ ശിവനെ പരിഹസിച്ച് അവളെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ പാർവതി ഇതൊന്നും ചെവിക്കൊണ്ടില്ല. പാർവതിയുടെ ശിവനോടുള്ള സ്നേഹം ഒരുപാട് ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ പാർവതി ദേവി തപസ് വീണ്ടും ആരംഭിച്ചു. അപ്പോൾ ശിവൻ സ്വയം ഒരു വൃദ്ധ സന്യാസിയുടെ വേഷം ധരിച്ച് ശിവനോടുള്ള
ആ പാർവതിയോടുള്ള സ്നേഹം അവസാനിപ്പിക്കാൻ വേണ്ടി ഓഹോ. പാർവതിയെ തന്നിച്ച് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് കേട്ട് പാർവതി ഒരുപാട് കോപിഷ്ഠയായി. കോപിഷ്ഠയായി അവിടുന്ന് പോകാൻ ഒരുങ്ങിയപ്പോൾ മഹാദേവൻ തന്റെ ഒറിജിനൽ രൂപം അദ്ദേഹത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി. ഞാൻ നിന്നിൽ നിന്ന് ഒരുപാട് സന്തുഷ്ടനാണ്, നിന്റെ സ്നേഹം കൊണ്ട് ഒരുപാട് സന്തുഷ്ടനാണ്, നിന്നെ ഞാൻ വിവാഹം കഴിക്കാം എന്ന് വാഗ്ദാനം നൽകി അവിടെ നിന്ന് അദ്ദേഹം പുറപ്പെട്ടു. അവരുടെ വിവാഹം ഉടനെ തന്നെ നടത്തുകയും അവർക്ക് കാർത്തികേയൻ എന്നൊരു കുട്ടി ജനിക്കുകയും ചെയ്തു. തുടർന്ന് കാർത്തികേയൻ താരകാസുരനെ വധിക്കുകയും ചെയ്തു. ഇതോടെ ദേവന്മാർ ആഹ്ലാദത്തോടെ മുരുകനെ തുടിച്ചു. ശിവപാർവതിമാർക്ക് ഗണപതി എന്നു പേരുള്ള മറ്റൊരു മകനും കൂടിയുണ്ട്. അങ്ങനെയിരിക്കെ ദുർവാസാവ് മഹർഷി ഒരിക്കൽ ദേവലോകത്തിലെത്തുകയും അവിടെ വെച്ച് അവിടത്തെ വിദ്യാധര സ്ത്രീകൾ ഒരു പാരിജാതമായി സമ്മാനിച്ചു. ഈ ദുർവാസാവ് മഹർഷിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട്, വളരെ കോപിഷ്ഠനാണ് അദ്ദേഹം. അതെ, സന്യാസിയായ തനിക്ക് ആ ദിവ്യഹാരം ആവശ്യമില്ലാത്തതിനാൽ അദ്ദേഹം ആ മാല ഐരാവതത്തിന്റെ പുറത്തേരി വരുന്ന ഒരു ദേവേന്ദ്രന് സമ്മാനിച്ചു. ഐരാവതമോ? അതെ, ദേവേന്ദ്രന്റെ വാഹനമായ ആനയാണ് ഐരാവതം. ദേവേന്ദ്രന് പുഷ്പമാല കിട്ടിയ സന്തോഷത്തിൽ ആ മാല ഐരാവതത്തിന്റെ മുകളിൽ വെച്ച് തലയിൽ വെക്കാൻ വേണ്ടി മുടിയൊക്കെ ഇങ്ങനെ കൂടി ഒരുക്കിയ നേരം ഈ മാലയുടെ വാസന കേട്ടിട്ട് ധാരാളം വണ്ടുകളോടെ പറന്നെത്തി. ആ വണ്ടുകൾ ഐരാവതത്തിന് ചുറ്റും ഇങ്ങനെ മാറിപ്പറക്കാൻ തുടങ്ങി. വണ്ടുകളുടെ ശല്യം അസഹനീയമായപ്പോൾ ഐരാവതം ആ പൂമാലയിട്ട് തറയിലിട്ട് ചവിട്ടിയരച്ചു. ഇത് കണ്ട് കോപിഷ്ഠനായ ദുർവാസാവ് ദേവേന്ദ്രൻ ഉൾപ്പെടെ എല്ലാ ദേവന്മാരെയും ശപിച്ചു. ജരാനരം ബാധിക്കട്ടെ. പെട്ടെന്ന് വയസ്സാവുക. ദേവന്മാർ ഉടനെ തന്നെ മഹർഷിയോട് ക്ഷമ ചോദിക്കുകയും ശാപമോക്ഷം കിട്ടാനായി കേൾക്കുകയും ചെയ്തു. പാലാഴി കടഞ്ഞ് അമൃതം കഴിച്ചാൽ ശാപമോക്ഷം കിട്ടുമെന്ന് ഉപദേശിച്ചു. അങ്ങനെ ദുർവാസാവിന്റെ ആവശ്യപ്രകാരം ദേവന്മാർ അമൃത തടയാൻ തീരുമാനിച്ചു. ത്രിമൂർത്തികളുടെ അനുഗ്രാശികളോടെ ദേവന്മാർ അസുരന്മാരെയും കൂട്ടി അമൃത തടയാൻ പുറപ്പെട്ടു. കടകോലായി മന്ദര പർവ്വതത്തെയും കയറായി വാസുകി എന്ന നാഗശ്രേഷ്ഠനെയും നിശ്ചയിച്ചു. വാസുകിയുടെ തലഭാഗം അസുരന്മാർക്കും വാൽഭാഗം ദേവന്മാർക്കും കൊടുത്തു. എന്നിട്ട് വാസുകിയെ ആ മന്ദര പർവ്വതത്തിന് ചുറ്റി ദേവന്മാരും അസുരന്മാരും കൂടി പാലാടി മരണം തുടങ്ങി. ദേവന്മാർ ഒരു ഭാഗത്തോട്ട് വലിക്കുകയും അസുരന്മാർ വേറൊരു ഭാഗത്തോട്ട് വലിക്കുകയും അങ്ങനെ പാലാടി മരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ദരപർവം ആടിയുലഞ്ഞു, സമുദ്രം തിളച്ചു മറിഞ്ഞു. പെട്ടെന്ന് വലിയുടെ ശക്തിയിൽ മന്ദരപർവ്വതം ആ സമുദ്രത്തിലൂടെ താഴോട്ട് പോകാൻ തുടങ്ങി. ദേവന്മാർ ദുഃഖിതരായി അവർ വിഷ്ണുവിന്റെ സഹായം വീണ്ടും അഭ്യർത്ഥിച്ചു. വിഷ്ണു അപ്പോൾ തന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരമായി സമുദ്രത്തിന് താഴെ ചെന്ന് ആ മന്ദരപർവ്വതത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. അതെ, വിഷ്ണുവിന് 10 അവതാരങ്ങളില്ലേ, അതിൽ രണ്ടാമത്തെ അവതാരമാണ് ഈ കൂർമാവതാരം. ആമയുടെ രൂപമാണ് കൂർമാവതാരത്തിലുള്ളത്. അങ്ങനെ വീണ്ടും പാലാഴി നാദം തുടർന്നു. കുറച്ചു നേരത്തെ പാലാഴി കളിച്ചതിൽ വാസുകി എന്ന സർപ്പത്തിന് അസ്വാരസ്യം വരികയും കാളകൂടം വിഷം ഛർദ്ദിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ കാളകൂട വിഷം പുറത്തുപോയാൽ മാരകമായ വിഷം ലോകത്തെ തന്നെ നശിപ്പിക്കും. ഇത് തടയാൻ, ഈ മാരകമായ വിഷം ലോകത്തെ രക്ഷിക്കാൻ മഹാദേവൻ പാനം ചെയ്തു.
വിഷം ഉള്ളിലേക്ക് പോകാതിരിക്കാൻ പാർവതി ദേവി കഴുത്തും വിഷം പുറത്തേക്ക് പോകാതിരിക്കാൻ മഹാവിഷ്ണു വായും അടച്ചു പിടിച്ചു. മറ്റു ദേവന്മാർ മഹാദേവന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ വിഷം മഹാദേവന്റെ തൊണ്ടയിൽ ഇരുന്ന് അത് നീല നിറമായി മാറി. ഓഹോ, അതുകൊണ്ടാണ് പരമശിവൻ നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചത്. അതെ, ശങ്കര ശിവശങ്കര ശിവശങ്കര ശംഭോ ശങ്കര ശിവശങ്കര ശിവശങ്കര ശംഭോ നീലകണ്ഠ ശങ്കര ശിവശംഭോ മഹാദേവാ നീലകണ്ഠ ശങ്കര ശിവശംഭോ മഹാദേവാ ശങ്കര ശിവശങ്കര ശിവശങ്കര ശംഭോ ശങ്കര ശിവശങ്കര ശിവശങ്കര ശംഭോ. വീണ്ടും പാലാഴി മരണം തുടർന്നപ്പോൾ ധാരാളം ദിവ്യവസ്തുക്കൾ പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നു. അവസാനം ധന്വന്തരി അമൃതകുംഭവുമായി പുറത്തു വന്നു. ദേവന്മാരും അസുരന്മാരും സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. ദേവന്മാരുടെ സന്തോഷത്തിനിടയ്ക്ക് അസുരന്മാരുടെ അമൃത് തട്ടിയെടുത്ത് പാതാളത്തോട്ട് കടന്നു കളഞ്ഞു. ദേവന്മാർ ദുഃഖിതരായി വീണ്ടും വിഷ്ണുവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അഭയം തേടി. വിഷ്ണു ഉടനെ തന്നെ അതിന്റെ വാഹനമായ ഗരുഡന്റെ മുകളിൽ കയറി പാതാളത്തിലോട്ട് പുറപ്പെട്ടു. പാതാളത്തിൽ ചെന്ന് ഒരു മോഹിനിയുടെ രൂപത്തിൽ തന്ത്രപരമായി അസുരന്മാരുടെ അടുത്ത് അമൃത് തട്ടിയെടുത്ത് തന്റെ വാഹനമായ ഗരുഡന്റെ മുകളിൽ കയറി വീണ്ടും ദേവലോകത്തെത്തുകയും ആ അമൃത് ദേവന്മാർക്ക് ദേവേന്ദ്രൻ ഉൾപ്പെടെ എല്ലാവർക്കും പകർന്നു നൽകുകയും അവർക്ക് എല്ലാവർക്കും ശാപമോഷം ലഭിക്കുകയും ചെയ്തു. ദേവന്മാർ സന്തോഷത്തോടെ നൃത്തം ചെയ്തു, വിഷ്ണുവിനെ സ്തുതിച്ചു. ഈ ദിവസമാണ് നമ്മൾ ശിവരാത്രിയായി ആചരിക്കുന്നത്. ഭഗവാൻ ആപത്തൊന്നും വരാതിരിക്കാൻ പാർവതി ദേവിയും മറ്റ് ദേവിദേവന്മാരും ഉറക്കമുളച്ചിരുന്ന് പ്രാർത്ഥിച്ച രാത്രിയാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. ശിവരാത്രി വ്രതം എടുക്കുന്നത് കൊണ്ടും ശിവാരാധന നടത്തുന്നത് കൊണ്ടും എല്ലാവിധ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുമെന്നും ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. നമഃ ശിവായ. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഹ്രീം നമഃ ശിവായ. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ കുംഭമേള നടക്കുകയാണ്. പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. ദേവന്മാരുടെ ശക്തി വീണ്ടെടുക്കാനായി നടത്തിയ പാലാഴി മർദ്ദനവുമായി കുംഭമേളയ്ക്ക് ബന്ധമുണ്ട്. അറിയാമോ? ഗരുഡൻ വഹിച്ചിരുന്ന അമൃത കുംഭത്തിൽ നിന്നും പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിൽ ദേവന്മാർക്ക് നിത്യയൗവനം നൽകാനുള്ള അമൃത തുളുമ്പി വീണു എന്നാണ് വിശ്വാസം. 6 വർഷങ്ങൾ കൂടുമ്പോൾ ഒരിക്കൽ അർദ്ധകുംഭും 12 വർഷങ്ങൾ കൂടുമ്പോൾ ഒരിക്കൽ കുംഭമേളയും 12 കുംഭമേള കൂടുമ്പോൾ, അതായത് 144 വർഷം കൂടുമ്പോഴാണ് ഒരിക്കൽ മഹാകുംഭ നടക്കുന്നത്. ഈ സമയത്ത് ഈ സ്ഥലങ്ങളില് പുണ്യനദികളിൽ പോയി സ്നാനം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറി നമുക്ക് മോക്ഷം ലഭിക്കും എന്നാണ് വിശ്വാസം. ഓം നമഃ ശിവായ. നമഃ ശിവായ. ഹര ഹര ഭോലെ നമഃ ശിവായ. നമഃ ശിവായ.
പാട്ട് അവസാനിക്കുകയാണ്. ഇത്രയും നേരം ഇത് ആസ്വദിച്ച എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം. അതോടൊപ്പം ഇന്നിവിടെ നമുക്ക് അവസരം തന്ന ഗുരുവായൂരപ്പൻ അമ്പലത്തിലെ എല്ലാ ഭാരവാഹികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ ഡുറം റീജിയണിലെ ധർമ്മ എന്നൊരു അസോസിയേഷനാണ്, ഡുറം ഹിന്ദു മലയാളി അസോസിയേഷൻ വരികയാണ്. എൻ്റെ പേര് ഹരി. ഷോജിൽ, സോഫിയ, നിതിൻ, സുബ്രഹ്മണ്യൻ, എൻ്റെ പേര് ഗണേഷ്.